ഒരു ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ 24-ന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ചിത്ര ചേച്ചി രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോ ചേച്ചി ഓസ്ട്രേലിയയിൽ നിന്നാണ് ഈ സന്ദേശം നൽകുന്നത്. ഓസ്ട്രേലിയയിലെ പര്യടനത്തിനിടെയാണ്. അവിടെ നിന്ന് നമ്മളുടെ പ്രമുഖ സ്വരാജ് സെബാസ്റ്റ്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട് നമുക്ക് ഇനി അടുത്ത് തകർക്കണം. ഓസ്ട്രേലിയയിലെ പാട്ടുകൊണ്ട് സംഗീതത്തിലൊക്കെ ആൾക്കാർ പോയിരുന്നെങ്കിൽ ആൾക്കാർ MDMA അടിക്കല്ലേ. അതൊരു ലഹരിയാണ്. ചിത്രാമ്മയൊക്കെ അതിന് പറ്റിയ ആളാണ്. ചിത്ര ഹായ് ചിത്ര, ഓസ്ട്രേലിയയിൽ സുഖല്ലേ? ഓക്കെ, തകർത്തേക്കണം കേട്ടോ, ബാക്കി വെക്കരുത്. കേരളത്തിന്റെ കൗമാര യുവ മനസ്സുകളിൽ സംഗീതം ലഹരിയായി മാറട്ടെ എന്നും സർഗാത്മകമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം ഒരു പരിധിവരെ തടയാമെന്നും മലയാളികളുടെ പ്രിയപ്പെട്ട ഗായിക KS ചിത്ര. രോഗികൾക്ക് പല അസുഖം വരുന്നവർക്ക് അതിൽ നിന്നും വെളിയിൽ വരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ലഹരിയിൽ നിന്നും തീർച്ചയായിട്ടും മ്യൂസിക് കേട്ടുകൊണ്ടിരുന്നാൽ തന്നെ നമ്മളിങ്ങനെ എന്താ പറയുക, നല്ല സൂത്തിങ് ആയിട്ടുള്ള നമ്മളെ കാം ചെയ്യിക്കുന്ന മ്യൂസിക് കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ആ ലഹരി ഉപയോഗിക്കുന്നതിനേക്കാൾ എത്രയോ ബെറ്ററാണ്. നിങ്ങൾ നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആവും. കുട്ടികളുടെ ഭാവി തകർക്കുന്ന ലഹരി വസ്തുക്കൾക്കെതിരായ പോരാട്ടത്തിൽ 24 ചാനൽ നടത്തുന്ന ഇടപെടലുകൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നതായും അവർ പറഞ്ഞു. 24 ന്യൂസ് ചെയ്യുന്ന ഈ ഒരു ഉദ്യമത്തിന് ഞാനും സപ്പോർട്ട് ചെയ്യുന്നു. കാരണം ലഹരി മുക്തമായ ഒരു കേരളം, നമ്മുടെ അടുത്ത ജനറേഷൻ നല്ല കുട്ടികളായിട്ട് നമുക്ക് ഭാവിയിലെ വാഗ്ദാനം എന്നൊക്കെ പറയണ പോലെ അത്രയും നല്ലൊരു ജനറേഷൻ ഉണ്ടാവട്ടെ. ഞാൻ ആ ക്യാമ്പയിന് ഫുൾ സപ്പോർട്ട് ചെയ്യുന്നു. ലഹരി മുക്തമായിട്ടുള്ള കേരളം ഉണ്ടാകാൻ ഏറ്റവും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓസ്ട്രേലിയയിലെ വിവിധ നഗരങ്ങളിലായി അരങ്ങേറുന്ന സംഗീത പരിപാടി ചിത്രവർണ്ണത്തിന്റെ ഭാഗമായി ബ്രിസ്ബെയിനിലെത്തിയതായിരുന്നു മലയാളത്തിന്റെ വാനമ്പാടി. ബ്രിസ്ബെയിനിലെ പരിപാടികൾക്ക് സീറോ മലബാർ സഭയുടെ കീഴിലുള്ള സാന്തോം കൾച്ചറൽ ഫോറം നേതൃത്വം നൽകി. ചിത്ര ചേച്ചിയും ടീം അംഗങ്ങളും വളരെ മനോഹരമായ സംഗീതം പകർന്നു കൊടുത്തുകൊണ്ട് ബ്രിസ്ബെയിനിലെ മുഴുവനും സംഗീത ആസ്വാദകരെ സന്തോഷിപ്പിച്ച് കടന്നുപോയിരിക്കുകയാണ്. ആയിരങ്ങൾ തിങ്ങി നിറഞ്ഞ സദസ്സിൽ സംഗീതത്തിന്റെ നിറമുള്ള ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ടാണ് മലയാളികളുടെ സ്വകാര്യ അഭിമാനമായ KS ചിത്ര ഓസ്ട്രേലിയൻ പര്യടനം പൂർത്തിയാക്കുന്നത്. ബ്രിസ്ബെയിനിൽ നിന്നും ക്യാമറമാൻ ആൽവിൻ ജോസഫിനൊപ്പം സ്വരാജ് സെബാസ്റ്റ്യൻ, 24.